ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം ഫോർ ഗ്രേറ്റ്നെസ്. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന പക്ഷെ നിങ്ങൾ ഒട്ടും തന്നെ റിയലൈസ് ചെയ്യാത്ത 10 സ്കിൻ കെയർ മിസ്റ്റേക്സിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം ബേസിക് സിമ്പിൾ ഇൻഫർമേഷൻ അല്ല. ലൈക്ക് കുരു പൊട്ടിക്കാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ വളരെ ഫ്രഷ് ആൻഡ് ക്ലിയർ ആകുന്നു എന്നൊക്കെ. ബട്ട് ആക്ച്വലി ഇതെല്ലാം നിങ്ങളുടെ സ്കിന്നിന് നെഗറ്റീവ് റിയാക്ഷനാണ് കൊണ്ടുവരുന്നത്. സോ എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് നോക്കാം. നമ്പർ 1, റോങ് പ്രോഡക്റ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി വാങ്ങുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ടോട്ടലി ഓപ്പോസിറ്റ് ആവുന്നതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. ബേസിക്കലി സ്കിൻ 5 ടൈപ്സ് ആണ് ഉള്ളത്. അതായത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. സോ ഈ സ്കിൻ ടൈപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, ഫേസ് ക്രീം, എനിത്തിങ് ഇതുപോലെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന്റെ ഓപ്പോസിറ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ മിസ്റ്റേക്ക് ആണ്. അതായത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലി പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രോഡക്റ്റിന് വേണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആണ്. ആസ് വെൽ ആസ് റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. വൈ? കാരണം സ്കിൻ പോർസ് ആക്ച്വലി ബ്ലോക്ക് ആയി പോകും. കൂടാതെ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ഗ്രീസി ആയി മാറും ആൻഡ് ഫേസിൽ അക്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മിസ്റ്റേക്ക്, യൂസേജ് ഓഫ് ഹോട്ട് വാട്ടർ. ചുടുവെള്ളം കൊണ്ട് കുളിച്ചാലും മുഖം കഴുകിയാലും എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഏറ്റവും വലിയ പ്രോബ്ലം, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലോ തരുന്ന ബോഡിയിലുള്ള എസൻഷ്യൽ ഓയിൽ ഈ ഹോട്ട് വാട്ടർ വലിച്ചെടുക്കും. അതിന് സെറം എന്നാണ് പറയുക. അതുകൂടാതെ അക്നെ ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് കൂടാൻ തുടങ്ങും. ബിക്കോസ് ഹോട്ട് വാട്ടർ സ്കിൻ പോർസിനെ കൂടുതൽ നേരം ഓപ്പൺ ചെയ്ത് വെക്കും. ഇതിൽ വേറൊരു മെയിൻ പ്രോബ്ലം, സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകും. ഇച്ചിങ് ആൻഡ് റെഡിഷ്നെസ്സും ഫീൽ ചെയ്യും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു ഹെൽത്തി ആൻഡ് ക്ലിയർ സ്കിൻ വേണമെങ്കിൽ പ്ലീസ് അവോയ്ഡ് ഹോട്ട് വാട്ടർ. തേർഡ് മിസ്റ്റേക്ക്, റോങ്ലി ഷേവിംഗ് ഓർ ട്രിമ്മിങ്. ഷേവിംഗ് അല്ലെങ്കിൽ ട്രിമ്മിങ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് ജസ്റ്റ് ബിഫോർ സ്ലീപ്പ് ആണ്. ബിക്കോസ് രാവിലെ നിങ്ങൾ ഷേവ് ചെയ്ത് പുറത്തു പോകുമ്പോൾ ഓപ്പൺ പോർസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിൽ പെട്ടെന്ന് തന്നെ ഡേർട്സ് ആൻഡ് ബാക്ടീരിയസ് എല്ലാം കയറും. പ്ലസ് ആക്നെ ആൻഡ് റെഡ് സ്പോട്ട്സും ഉണ്ടാകും. സോ റേസർ യൂസ് ചെയ്യുന്നത് എപ്പോഴും രാത്രിയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഒരു ബെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മുഖം നന്നായി കഴുകുക ആൻഡ് ദെൻ മോയ്സ്ചറൈസർ ഓർ ഷേവിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് മാത്രം റേസർ യൂസ് ചെയ്യൂ. ബിക്കോസ് അപ്പോഴേക്കും നോ ഫ്രിക്ഷൻ എന്ന രീതിയിൽ റൂട്ട് എല്ലാം സ്മൂത്ത് ആയി മാറും. ആൻഡ് ആഫ്റ്റർ ട്രിമ്മിംഗ് ഓർ ഷേവിംഗ് നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യും. സോ ദാറ്റ് പോർസ് എല്ലാം ക്ലോസ്ഡ് ആയിട്ട് മാറും. അഞ്ചാമത്തെ പോയിന്റ്, സൺസ്ക്രീൻ മിസ്റ്റേക്ക്. വേറൊരു വലിയ മിസ്റ്റേക്ക് ആണിത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ ഓർ സണ്ണി ടൈമിൽ മാത്രം യൂസ് ചെയ്യുക എന്നതാണ് പൊതുവെയുള്ള ഒരു ചിന്താഗതി. എന്നാൽ ആക്ച്വലി 365 ഡേയ്സും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. പുറത്ത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ക്ലൗഡി ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം ക്ലൗഡ്സ് വെറും വെയിലിനെ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്, അല്ലാതെ UV റേഡിയേഷൻസിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. സോ ബേസിക്കലി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് UV റേഡിയേഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാനും സ്കിൻ ടാൻ ആവാതിരിക്കാനും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ വരാതിരിക്കാനും വേണ്ടിയാണ്. സോ ഡെയിലി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യൂ. അതുപോലെ നമ്മുടെ സ്കിന്നിൽ സ്വെറ്റിംഗ് ഉണ്ടാവുന്നതും വളരെയധികം കോമൺ ആണ്. ഇത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്നുള്ളത് നമ്മുടെ അണ്ടർ ആംസ്, ബാക്ക്, അതുപോലെ നമ്മുടെ ടോസ് ഭാഗം, അതായത് കാൽ വിരലുകളുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൂടുതലായും ഉണ്ടാവുക. സോ ഇത് കാരണം തന്നെ നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ടുള്ള ഇച്ചിങ് ആൻഡ് റാഷസ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് കുളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇച്ചിങ്ങിൽ നിന്നൊക്കെ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള റിലീഫ് കിട്ടുമെങ്കിലും അടുത്ത ദിവസം അത് വീണ്ടും തന്നെ വരുന്നതായി. മാത്രമല്ല ബാത്തിന് ശേഷം നമുക്ക് കൂടുതൽ സ്വെറ്റിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ഇവിടെയാണ് അബ്സോർബിന്റെ ആന്റി ഫംഗൽ പൗഡർ സേവിയർ ആയി വർക്ക് ചെയ്യുന്നത്. ഇതിൽ ടോൾക്ക് ആൻഡ് സ്റ്റാർച്ചിന്റെ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള പൗഡറിനെക്കാളും ഇത് വളരെ പെട്ടെന്ന് സ്വെറ്റ്, അതായത് വിയർപ്പിനെ അബ്സോർബ് ചെയ്യുന്നു. ഇതിൽ ക്ലോട്രിമാസോൾ എന്ന് പറഞ്ഞ ആന്റി ഫംഗൽ മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫംഗൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്ത് വീണ്ടും ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും കുളിച്ചു കഴിഞ്ഞതിന് ശേഷമോ അല്ല എങ്കിൽ നമ്മൾ വീട്ടിന് പുറത്ത് പോകുന്നതിന് മുമ്പായിട്ടോ അപ്ലൈ ചെയ്യുക. സോ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ഇവിടെ ആയിട്ട്, അതായത് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് പുറത്തു പോകുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള സ്വെറ്റിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും കൂടാതെ തന്നെ നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ്സിലും അതുപോലെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്സിലും ഒക്കെ അബ്സോർബിന്റെ ഈ ഒരു ആന്റി ഫംഗൽ പൗഡർ അവൈലബിൾ ആണ്. അതുപോലെ 1 mg അവൈലബിൾ ആണ്. ആവശ്യമായിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നവർ തീർച്ചയായും ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആറാമത്തെ മിസ്റ്റേക്ക് ആണ് ഓവർ യൂസിങ് ഓർ ഹാർഷ് അപ്രോച്ച്.
ഒരു പ്രോഡക്റ്റ് വാങ്ങിയ ശേഷം അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റഫായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ മൈക്രോ ടീറായി മാറും. അതായത് നിങ്ങളുടെ സ്കിന്നിലെ പോർസ് എല്ലാം ഓപ്പൺ ആവും ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും. കൂടാതെ സ്കിന്നിന്റെ ഗ്ലോ മൊത്തം പോകും, ആക്നെ ഇഷ്യൂസ് വരാൻ തുടങ്ങും. സോ ഒരു കാര്യം ഓർക്കുക, വെറ്റ് വൈപ്പ് ഓർ ടവൽ ഓർ മോയ്സ്ചറൈസർ എന്ത് യൂസ് ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഫേസ് തുടയ്ക്കാൻ. മാത്രമല്ല ഏതെങ്കിലും പ്രോഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ വളരെ സാവധാനത്തിൽ വേണം അത് ചെയ്യാൻ, സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. പോയിന്റ് നമ്പർ 7, ബാഡ് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ്. ഒട്ടും തന്നെ ഉറങ്ങാതിരിക്കുക, വിട്ട് ഉറങ്ങുക, രാത്രിയിൽ നന്നായി ഉറങ്ങാതെ രാവിലെ കിടന്നുറങ്ങുക. ഇതെല്ലാം സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്ന ശീലങ്ങളാണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താലും, എത്ര ഫേസ് പാക്സ്, ക്രീംസ്, മാസ്ക്, മോയ്സ്ചറൈസർ, നല്ല ഡയറ്റ്, വർക്കൗട്ട്സ് എന്ത് ചെയ്താലും ശരി, പക്ഷെ നിങ്ങളൊരു 6 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ ചെയ്തതൊക്കെ വെറുതെയാകും. ബിക്കോസ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ് സ്കിൻ സെൽസ് റിജുനേറ്റ് ആകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് മോഡൽസ് ആൻഡ് ആക്ടേഴ്സ് ഇതിനെ ബ്യൂട്ടി സ്ലീപ്പ് എന്ന് പറയുന്നത്. 8ാമത്തെ മിസ്റ്റേക്ക്, ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ആൻഡ് കളേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളറിൽ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ലൈക്ക് ചില വാക്സ് ഓർ ക്രീം പ്രോഡക്റ്റുകളിൽ ബ്രൈറ്റ് ബ്ലൂ ഓർ യെല്ലോ ടൈപ്പ് കളേഴ്സ് ആയിരിക്കും കാണുക. സോ അവോയ്ഡ് ഇറ്റ്. ബിക്കോസ് ഇതൊക്കെ സ്കിൻ പോർസിനെ വളരെയധികം ബ്ലോക്ക് ചെയ്യും. ഓയിൽ ബാലൻസ് ഫ്ലക്ച്വേറ്റഡ് ആകും, ബ്ലാക്ക് ഹെഡ്സ് വരാൻ ചാൻസസ് ഉണ്ട് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകും. നാച്ചുറൽ ഫ്രൂട്ട്സ് ഓർ ഫ്ലവേഴ്സിന്റെ പ്രോഡക്ട്സ് ആണെങ്കിൽ ധൈര്യമായി യൂസ് ചെയ്യുക, ബിക്കോസ് അത് സ്കിന്നിന് വളരെ ബെനിഫിഷ്യൽ ആണ്. 9th പോയിന്റ്, ബാഡ് ഡയറ്റ് ആണ്. ഡയറ്റ് ഈസ് ദ കീ ഫോർ എവരിതിങ്. നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ചെയ്യുന്ന 4 മിസ്റ്റേക്ക് ഇതൊക്കെയാണ്. 1 സ്വീറ്റ്, 2ാമത്തത് മൈദ, 3ാമത്തത് ഫ്രൈഡ്, 4ാമത്തത് ഡയറി പ്രോഡക്ട്സ് ലൈക്ക് മിൽക്ക്, കർഡ് ആൻഡ് ചീസ്. ഇതെല്ലാം തന്നെ സ്കിന്നിന് പറ്റാത്ത സാധനങ്ങളാണ്. നിങ്ങളൊരു 18 ദിവസത്തേക്ക് ഈ SMFT ഒഴിവാക്കിയാൽ നിങ്ങളുടെ സ്കിൻ വളരെയധികം ബെറ്റർ ആകും. ബട്ട് യെസ്, ഐ നോ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആവുമെന്ന്. സോ അതിനുവേണ്ടി ഒരു റീപ്ലേസ്മെന്റ് ഡയറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഷുഗർ ഉപയോഗിക്കുന്നതിന് പകരം തേൻ, മധുര തുളസി, ശർക്കര ഇവയെല്ലാം ഉപയോഗിക്കുക. വൈറ്റ് ബ്രെഡിന് പകരം മൾട്ടിഗ്രെയിൻ ബ്രെഡുകൾ യൂസ് ചെയ്യുക. റെഗുലർ ടീക്ക് പകരം ബ്ലാക്ക് ടീ യൂസ് ചെയ്യുക. റെഗുലർ ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റ്സ് യൂസ് ചെയ്യുക. ഇതെല്ലാമാണ് എനിക്ക് തരാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഡയറ്റ്. ഇത്രയുമാണ് നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ. ഈ മിസ്റ്റേക്കുകളെല്ലാം നിങ്ങൾ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ പരിചരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് വളരെ ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്